ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR-നെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്തിരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്. അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ല, വെയിറ്റ്, ഇത് പറ ഇതല്ലേ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ഇറ്റ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത്. മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ആ സൂട്ട് പരിശോധിച്ച് ആ സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ഇതെല്ലാം ഭരണപരമായ തീരുമാനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം എടുത്തിരിക്കുന്നത് കളക്ടർമാരുടെ ഡ്യൂ വന്നു. ഇപ്പോൾ ഓഫീസേഴ്സ് എല്ലാം റെഡിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കളക്ടർമാരെ നിയമിക്കാൻ പറഞ്ഞു. സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നിയമിക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്ത് ഈ കളക്ടർ സ്ഥാനത്ത് മാറുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ചതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IASകാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മന്ത്രിസഭയിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രിസഭയിൽ വയ്ക്കും, അല്ലാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം തീരുമാനങ്ങൾ എവിടെ എടുത്തിരുന്നത്? മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അല്ലല്ല അതൊന്നുമില്ല. എവിടെയാണ് തീരുമാനം എടുത്തിരുന്നത് കഴിഞ്ഞ 10 വർഷം? അല്ല 10 വർഷം എവിടെ തീരുമാനം എടുത്തിരുന്നത്? അല്ലല്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ടെന്നേ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനം എടുക്കേണ്ട സ്ഥലം അതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങൾ അല്ലാതൊന്നുമില്ല.